എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് രാമായണ പാരായണത്തിൻ്റെ 8ാം ദിവസമാണ്. അയോധ്യാകാന്ഡത്തിലെ സപ്തമ സർഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. സുമന്ത്രർ അയോധ്യയിലേക്ക് വരുന്നതും ദശരഥൻ്റെ ചരമഗതിയും ഭരതൻ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നതും ദശരഥൻ്റെ അന്ത്യേഷ്ടി കർമ്മങ്ങളുമാണ് ഈ സപ്തമ സർഗത്തിൽ ഉള്ളത്. ഈ പാരായണം കേട്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാതനയം വീരം ജാനകീ ശോകനാശനം കവീന്ദ്രം നക്ഷരം വീരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്ധ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. ശ്രീ മഹാദേവ ഉവാച സുമന്ത്രോപി തദായോധ്യാം ദിനാന്തേ പ്രവിവേശഃ വസ്ത്രേണ മുഖമാച്ഛാദ്യ ബാഷ്പാകുലിതലോചന ബഹിരേവ രഥം സ്ഥാപ്യ രാജാനാം ദ്രഷ്ടുമായയൗ ജയശബ്ദേന രാജാനാം സ്തുത്വാ തം പ്രണനാമഃ. തതോ രാജാനമന്ത്രം തം സുമന്ത്രം വിഹ്വലോ അബ്രവീത് സുമന്ത്ര രാമകുത്രാസ്തേ സീതയാ ലക്ഷ്മണേന ച. സുമന്ത്രർ സന്ധ്യയായപ്പോൾ വസ്ത്രം കൊണ്ട് മുഖം മറച്ച് നിറഞ്ഞ കണ്ണുകളോടെ അയോധ്യയിൽ വന്നു. രഥം വെളിയിൽ നിർത്തിയിട്ട് രാജാവിനെ മുഖം കാണിക്കാൻ ചെന്ന് ജയ ശബ്ദത്താൽ അദ്ദേഹത്തെ സ്തുതിച്ചു. തന്നെ പ്രണമിക്കുന്ന മന്ത്രിയോട് മനം തകർന്ന ദശരഥ മഹാരാജാവ് രാമനും സീതയും ലക്ഷ്മണനോടുകൂടി എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. കുത്ര ത്യക്തസ്ത്വയാ രാമ കിം മാം പാപിനമബ്രവീത് സീതാ വാ ലക്ഷ്മണോ വാപി നിർദയം മാം കിമബ്രവീത്. ഹാ രാമ ഹാ ഗുണനിധേ ഹാ സീതേ പ്രിയവാദിനി ദുഃഖാർണവേ നിമഗ്നം മാം മ്രിയമാണാം ന പശ്യസി. വിലാപ്യേവം ചിരം രാജാ നിമഗ്നോ ദുഃഖസാഗരേ ഏവം മന്ത്രീരുദന്തം തം പ്രാജ്ഞലിർവാക്യം അബ്രവീത്. എവിടെയാണ് നിങ്ങൾ രാമനെ വിട്ടത്? പാപിയായ എന്നെക്കുറിച്ച് എന്തു പറഞ്ഞു? സീതയും ലക്ഷ്മണനും നിർദ്ദയനായ എന്നോട് പറയുന്നതിനായിട്ട് എന്താണ് പറഞ്ഞു വിട്ടത്? ഹോ,
ഗുണനിധിയായ രാമ, പ്രിയം പറയുന്ന സീതേ, ദുഃഖസാഗരത്തിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന എന്നെ നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെ വിലപിക്കുന്ന രാജാവിനെ കണ്ട് സുമന്ത്രർ തൊഴുകയോടുകൂടി പറഞ്ഞു, രാമസീതാജ സൗമിത്രർമയാ നീതാരഥേനത്തെ ശൃംഗവേരപുരാഭ്യാസേ ഗംഗാകൂലേ വ്യവസ്ഥിതാഃ ഗുഹേന കിഞ്ചിദാനീതം ഫലമൂലാദികം ച തത് സ്പൃഷ്ട്വാ ഹസ്തേന സംപ്രീത്യാൻ ആഗ്രഹീത് വിസസർജതത് വടക്ഷീരം സമാനായ ഗുഹേന രഘുനന്ദന ജടാമുകുടമാബാധ്യ മാമാഹ നൃപതേ സ്വയം. അങ്ങയുടെ രഥത്തിൽ രാമനും സീതയും ലക്ഷ്മണനും ശൃംഗവേരപുരത്തിന് സമീപം ഗംഗാതീരത്തെത്തി അന്ന് അവിടെ താമസിച്ചു. ശൃംഗവേരാധിപനായ ഗുഹൻ കുറച്ച് കായ്കളും കിഴങ്ങുകളും ഒക്കെ സ്നേഹത്തോടുകൂടി കൊണ്ടുവന്നു. പക്ഷേ അവയെല്ലാം ആദരവോടുകൂടി ഒന്ന് തൊട്ടിട്ട് അത് ഉപേക്ഷിച്ചു കളഞ്ഞു, ഭക്ഷിച്ചതേയില്ല. രാമൻ ഗുഹനെ കൊണ്ട് കുറെ വടക്ഷീരം, ആലിൻ്റെ കറ കൊണ്ടുവരുവിച്ച് ജടാമകുടം മുറുക്കി. രാജാവേ, എന്നിട്ട് എന്നോട് പറഞ്ഞു, സുമന്ത്ര ബ്രൂഹി രാജാനാം ശോകസ്തേ സ്തുനമത്കൃതേ സാകേതാധികം സൗഖ്യം വിപിനേനോ ഭവിഷ്യതി മാതുർമേ വന്ദനം ബ്രൂഹി ശോകം ത്യജതു മത്കൃതേ ആശ്വാസയതു രാജാനാം വൃദ്ധം ശോകപരിപ്ലുതം. അല്ലയോ രാജാവേ, അങ്ങയ്ക്ക് ഞാൻ മൂലം ദുഃഖം ഉണ്ടാകരുത്. വനത്തിൽ ഞങ്ങൾക്ക് അയോധ്യയിലുള്ളതിനേക്കാൾ അധികം സൗഖ്യമുണ്ടാകും. അമ്മയെ എൻ്റെ വന്ദനം അറിയിക്കണം. എന്നെപ്പറ്റിയുള്ള ശ്ലോകം ഉപേക്ഷിക്കണം. വൃദ്ധനും ദുഃഖിതനുമായിരിക്കുന്ന രാജാവിനെ ആശ്വസിപ്പിക്കുവാൻ പറയുകയും വേണം. സീതാജ അശ്രുപരിതാക്ഷീ മാമാഹ നൃപസത്തമ ദുഃഖഗദ്ഗതയാ വാച രാമം കിഞ്ചിദവേക്ഷതി സാഷ്ടാംഗം പ്രണിപാതം മേ ബ്രൂഹി ശ്വശ്രവേ പദാംബുജേ ഇതി പ്രരുദതി സീതാ ഗദാ കിഞ്ചിദവാങ്മുഖീ. അല്ലയോ മഹാരാജാവേ, സീതയും നിറഞ്ഞ കണ്ണുകളോടെ രാമനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് ദുഃഖത്താൽ ഇടറിയ വാക്കുകളാൽ എന്നോട് പറഞ്ഞു, അച്ഛനമ്മമാരുടെ കാൽത്താരിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം പറയണം എന്ന് കരഞ്ഞുകൊണ്ട് സീത തലയും താഴ്ത്തി നടന്നുപോയി. തദസ്തേ അശ്രുപരിതാക്ഷാഃ നാവമാരൂരുഹുസ്തദാ യാവത് ഗംഗാം സമോത്തീര്യ ഗദാസ്താവദഹം സ്ഥിത തദാ ദുഃഖേന മഹദാ പുനരേവാഹമാഗത തദോരുദന്തി കൗസല്യ രാജാനം ഇതമബ്രവീത്. അവരെല്ലാം വള്ളത്തിൽ കയറി ഗംഗാനദി കടന്നു പോകുന്നത് നിറഞ്ഞ കണ്ണുകളോടുകൂടി ഞാൻ നോക്കി നിന്നു. ശേഷം സഹിക്കാനാവാത്ത വേദനയോടുകൂടി ഞാൻ മടങ്ങി വന്നു. ഇതെല്ലാം കേട്ട് ദുഃഖാർത്ഥയായ കൗസല്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, കൈകേയി പ്രിയഭാര്യായ പ്രസന്നോ ദത്തവാൻ വരം ത്വം രാജ്യം ദേഹി തസ്യൈവ മത്പുത്ര കിം വിവാസിതഃ കൃത്വാ ത്വമേവ തൽസർവം ഇദാനീം കിം നിരോദിഷി. കൗസല്യാവചനം ശ്രുത്വാ ക്ഷതേ സ്പൃഷ്ട ഇവ അഗ്നിനാ. പ്രിയപ്പെട്ടവളായ കൈകേയിയിൽ പ്രസാദിച്ച് അങ്ങ് വരം നൽകി. അങ്ങ് ഭരതന് രാജ്യം കൊടുത്തുള്ളൂ. പക്ഷേ എൻ്റെ മകനെ എന്തിനാണ് നാട്ടിൽ നിന്ന് പുറത്താക്കിയത്? അങ്ങ് സ്വയം ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ എന്തിനാണ് കരയുന്നത്? കൗസല്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ പുണ്ണിൽ തീക്കൊള്ളി കൊണ്ട് കുത്തിയതുപോലെ രാജാവിന് തോന്നി. പുനഃശോകാശ്രുപൂർണാക്ഷ കൗസല്യാം ഇതമബ്രവീത് ദുഃഖേന മ്രിയമാണാം മാം
കിം പുനർദുഃഖയസ്യലം. ഇദാനീമേവ മേ പ്രാണാ ഉത്ക്രമിഷ്യന്തി നിശ്ചയഃ. ശപ്തോഹം ബാല്യഭാവേന കേനചിൻ മുനിനാ പുരാ. ദുഃഖം കൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് രാജാവ് കൗസല്യയോട് പറഞ്ഞു, വേദന കൊണ്ട് ജീവൻ വെടിയുന്ന എന്നെ നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത്? എൻ്റെ ജീവൻ ഇപ്പോൾ തന്നെ വിട്ടുപോകും എന്ന് തീർച്ച. അറിവില്ലായ്മയുടെ ഫലമായി പണ്ട് ഒരു മുനിയുടെ ശാപം എനിക്ക് ഏറ്റിട്ടുണ്ട്. പുരാഹം യൗവനേ ദൃപ്തച്ഛാപബാണധരോ നിശി അചരം മൃഗയാസക്തോ നദ്യാസ്തീരേ മഹാവനേ. തത്ര അർദ്ധരാത്ര സമയേ മുനികച്ഛതൃഷാർദ്ധിത പിപാസാർദ്ധിതയോ പിത്രോർ ജലമാനേതുമുദ്യത. അപൂരയജ്ജലേ കുംഭം തദാ ശബ്ദോ അഭവൻ മഹാൻ. ഗജ പിബതി പാനീയം ഇതി മത്വാ മഹാനിഷി ബാണം ധനുഷി സന്തായ ശബ്ദവേദിനമക്ഷിപം. മുമ്പ് ഞാൻ ചെറുപ്പത്തിൽ അഹങ്കാരത്തോടുകൂടി വില്ലുമേന്തി ഒരു രാത്രിയിൽ നദീതീരത്തുള്ള കൊടുങ്കാട്ടിൽ വേട്ടയാടി നടന്നു. ആ സമയത്ത് ദാഹാർത്തനായ ഒരു മുനി പാതിരാ നേരത്ത് ദാഹത്താൽ വലഞ്ഞ തന്റെ മാതാപിതാക്കൾക്ക് കുടിനീരെടുക്കാനായി വന്ന കുമാരൻ കുടം നദീജലത്തിൽ മുക്കി നിറച്ചു. അപ്പോൾ കേട്ട ശബ്ദം ആന നീർ കുടിക്കുകയാണ് എന്ന് കരുതി ശബ്ദവേദിയായ ഒരു ബാണം ഞാൻ വലിച്ചു വിട്ടു. ഹാഹാഹദസ്മോദി തത്രാഭൂത് ശബ്ദോ മാനുഷസൂജകഃ കസ്യാപിതകൃതോ ദോഷോ മയാ കേന ഹതോ വിധേ. പ്രതീക്ഷതേ മാം മാതാ ച പിതാ ച ജലകാംക്ഷയാ തച്ഛ്രുത്വാ ഭയസന്ത്രസ്ത തദോഹം പൗരുഷം വജ. ശനൈർഗത്വാ തതത് പാർശ്വം സ്വാമിൻ ദശരഥോസ്മ്യഹം അജാനതാ മയാ വിദ്ദസ്ത്രാതുമർഹസി മാം മുനേ. അയ്യോ, എന്നെ കൊല്ലുന്നേ ദൈവമേ, ആരാണ് എന്നെ കൊല്ലുന്നത്? ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തില്ലല്ലോ. അച്ഛനമ്മമാർക്ക് വെള്ളമെടുക്കാൻ വന്ന എന്നെ ആരാണിങ്ങനെ വധിക്കാൻ ശ്രമിക്കുന്നത്? ആ പുരുഷ ശബ്ദം കേട്ട് ഞാൻ ഭയന്നു വിറച്ചു. സാവധാനം ആ മുനിയുടെ അരികിലെത്തി. സ്വാമിൻ, ഞാൻ ദശരഥനാണ്. അറിയാതെ ഞാനാണ് അങ്ങയെ മുറിവേൽപ്പിച്ചത്. അവിടുന്ന് എന്നെ രക്ഷിച്ചാലും. ഇത്യുക്താ പാദയോസ്തസ്യ പതിതോ ഗദ്ഗദാക്ഷരഃ തദാ മാമാഹ സ മുനിർമാ വൈശീർനൃപസത്തമ. ബ്രഹ്മഹത്യാ സ്പൃശേന ത്വാം വൈശ്യോഹം തപസി സ്ഥിത പിതരൗ മാം പ്രതീക്ഷേതേ ക്ഷുത്രിഭ്യാം പരിപീഡിതൗ. തയോസ്ത്വമുദകം ദേഹി ശീഘ്രമേവാ വിചാരയൻ ന ചേത്വാം ഭസ്മസാൽ കുര്യാത് പിതാ മേ യദി കുപ്യതി. ജലം ദത്വാ തു തൗ നത്വാ കൃതം സർവം നിവേദയഃ ശല്യമുദ്ധര മേ ദേഹാത് പ്രാണാം സക്ഷ്യാമി പീഡിതഃ. ഇത്യുക്തോ മുനിനാ ശീഘ്രം ബാണമുത്പാട്യ ദേഹതഃ സജലം കലശം ധൃത്വാ ഗദോഹം യത്ര ദമ്പതി. ഗദ്ഗദ വാക്കുകളോടുകൂടി ഞാൻ ആ മുനികുമാരന്റെ കാലിൽ വീണു. അപ്പോൾ ആ മുനികുമാരൻ എന്നോട് പറഞ്ഞത്, മഹാരാജാവേ, ഭയപ്പെടേണ്ട. ബ്രഹ്മഹത്യാപാപം നിശ്ചയമായി ഉണ്ടാകില്ല. കാരണം ഞാൻ തപസ്സനുഷ്ഠിക്കുന്ന വൈശ്യനാണ്. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന മാതാപിതാക്കൾ എന്നെ കാത്തിരിക്കുകയാണ്. ചിന്തിച്ചു നിൽക്കാതെ അവർക്കുടൻ തന്നെ കുടിനീർ കൊടുക്കൂ, അല്ലെങ്കിൽ എൻ്റെ പിതാവ് കോപം കൊണ്ട് നിങ്ങളെ ചാമ്പലാക്കിക്കളയും. വെള്ളം കൊടുത്ത് അവരെ വണങ്ങി ചെയ്തതെല്ലാം അറിയിക്കണം. എൻ്റെ ദേഹത്തിൽ നിന്ന് ശരം ഊരിയെടുക്കൂ. വളരെയധികം വേദനയുണ്ട്, ഞാൻ പ്രാണൻ വെടിയട്ടെ. ഉടൻ തന്നെ മുനികുമാരന്റെ ശരീരത്തിൽ നിന്നും ഞാൻ ബാണം വലിച്ചൂരിയിട്ട് വെള്ളം നിറച്ച കുടവുമായി മുനിദമ്പതിമാരുടെ അടുത്തേക്ക് പോയി. അതിവൃദ്ധ അന്ധദൃശൗ ക്ഷുത്പിപാസാർദ്ധിതൗ നിശി
നായാതി സലിലം ഗൃഹ്യ പുത്ര കിം വാത്ര കാരണം അനന്യഗതികൗ വൃദ്ധൗ ശോച്യൗ പരിപീഡിതൗ ആവാമുപേക്ഷതേ കിം വാ ഭക്തിമാനാവയോ സുതഃ ഇതി ചിന്താവ്യാകുലൗ തൗ മത്പാദന്യാസജം ധ്വനി ശ്രുത്വാ പ്രാഹപിതാ പുത്ര കിം വിളംബ കൃതസ്ത്വയാ ദേഹ്യാവയോ സുപാനീയം പിബത്വം അപിപുത്രക ഇത്യേവം ലഭതോർഭീത്യാ സകാശം അഗമം ശനൈഃ. അതിവൃദ്ധരും കണ്ണിന് കാഴ്ചയില്ലാത്തവരുമായ ആ ദമ്പതികൾ വെള്ളവും കൊണ്ട് മകൻ വന്നില്ലല്ലോ, എന്താവാം കാരണം? ഗതിയറ്റവരും കിഴവരും ദാഹത്താൽ വലഞ്ഞ് ഉഴലുന്നവരുമായ ഞങ്ങളെ ഞങ്ങളുടെ ഓമന മകൻ തള്ളിക്കളഞ്ഞതായിരിക്കുമോ? ഇങ്ങനെ ഓർത്ത് അവർ ചിന്താകുലരായി. എൻ്റെ കാൽപെരുമാറ്റം കേട്ട് ആ പിതാവ് ചോദിച്ചു, മകനെ, നീ എന്താ ഇത്ര വൈകിയത്? ഞങ്ങൾക്ക് വെള്ളം തരൂ, നീയും കുടിക്കൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ഞാൻ പതുക്കെ ചെന്നു. പാദയോ പ്രണിപത്യാഹം അഭ്രവം വിനയാണ്വിതഃ നാഹം പുത്രസ്തയോധ്യായാ രാജാ ദശരഥോസ്മ്യഹം പാപോഹം മൃഗയാസക്തോ രാത്രോ മൃഗവിഹിംസകഃ ജലാവതാരാദുദ്ദേഹം സ്ഥിത്വാ ജലഗതം ധ്വനിം ശ്രുത്വാഹം ശബ്ദവേദിത്വാത് ഏകം ബാണമധാത്യജം ഹതോസ്മീതി ധ്വനിം ശ്രുത്വാ ഭയാത് തത്രാഹമാഗത ജഡാവികീര്യപതിതം ദൃഷ്ട്വാഹം മുനിതാരകം ഭീതോ ഗൃഹീത്വാ തത്പാദൗ രക്ഷ രക്ഷേതി ചാഭ്രവം മാ ഭൈഷീരിതി മാം പ്രാഹ ബ്രഹ്മഹത്യാ ഭയം നതേ മത്പിത്രോ സലിലം ദത്വാ നത്വാ പ്രാർത്ഥയ ജീവിതം ഇത്യുക്തോ മുനിനാ തേന ഹ്യാഗതോ മുനിഹിംസക രക്ഷേതാം മാം ദയായുക്ത യുവാം ഹി ശരണാഗതം. ആ മുനിദമ്പതിമാരുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിച്ചു. വളരെ വിനയത്തോടുകൂടി ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ മകനല്ല, അയോധ്യയിലെ രാജാവായ ദശരഥനാണ് ഞാൻ. പാപിയായ ഞാൻ രാത്രിയിൽ നായാട്ടിൽ കമ്പം കൊണ്ട് മൃഗങ്ങളെ കൊല്ലാൻ പുഴക്കടവിൽ തക്കം നോക്കി നിൽക്കുകയായിരുന്നു. വെള്ളത്തിൽ നിന്നുള്ള ശബ്ദം കേട്ടിട്ട് ഞാനൊരു അമ്പയച്ചു. പെട്ടെന്ന് അയ്യോ എന്നെ കൊന്നേ എന്നുള്ള മുറവിളിയാണ് കേട്ടത്. പേടികൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അഴിഞ്ഞു വീണ ജടയോടുകൂടി കിടക്കുന്ന മുനികുമാരനെ കണ്ട് പേടിച്ച ഞാൻ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നപേക്ഷിച്ചു. ഞാൻ ഭയപ്പെടേണ്ടെന്നും മാതാപിതാക്കൾക്ക് ജലം കൊടുത്തിട്ട് വണങ്ങി ജീവനെ രക്ഷിക്കൂ എന്നും ആ മുനികുമാരൻ എന്നോട് പറഞ്ഞു. മുനികുമാരനെ കൊന്ന ഞാൻ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ശരണാഗതനായ എന്നെ നിങ്ങൾ രക്ഷിക്കണം. ഇതി ശ്രുത്വാതു ദുഃഖാർത്തൗ വിലപ്യ ബഹുശോച്യതം പതിതൗ നൗ സുതോ യത്ര നയതത്രാ വിളംപയൻ തദോ നീതൗ സുതോ യത്ര മയാ തൗ വൃദ്ധദമ്പതി സ്പൃഷ്ട്വാ സുതം തൗ ഹസ്താഭ്യാം ബഹുശോദ വിലേപതു ഹാഹേതി ക്രന്ദമാനൗ തൗ പുത്രപുത്രേത്യവോചതാം ജലം ദേഹീതി പുത്രേതി കിമർത്ഥം ന ദദാസ്യലം തദോ മാമോചതു ശീഘ്രം ചിതിം രജേ ഭൂപതേ മയാ തദൈവ രചിതാ ചിതിസ്തത്ര നിവേശിതാഃ ത്രയസ്തത്ര അഗ്നിരുത്സൃഷ്ടോ ദഗ്ധാസ്തത്രേ ദിവം യയു തത്ര വൃദ്ധപിതാ പ്രാഹ ത്വമപ്യേവം ഭവിഷ്യസി പുത്രശോകേന മരണം പ്രാപ്സ്യതേ വചനാൻ മമ. മകന്റെ മരണവാർത്ത അറിഞ്ഞ് ദുഃഖാർത്ഥരായ അവർ കുറേ നേരം വീണുരുണ്ട് കരഞ്ഞു. കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്തേക്ക് വേഗം കൊണ്ടുപോകാൻ അവരഭ്യർത്ഥിച്ചു. പിന്നെ ആ വൃദ്ധ ദമ്പതികളെ ഞാൻ മകൻ കിടന്നിടത്തേക്ക് കൊണ്ടുപോയി. ഇരുവരും അന്നേരം മകനെ കൈകൊണ്ട് തലോടി പലതും പറഞ്ഞു കരഞ്ഞു. ഓ മകനെ,
കുഞ്ഞേ, കുടിവെള്ളം തരൂ, കുടിവെള്ളം തരൂ, എന്തുകൊണ്ടാണ് നീ ജലം തരാത്തത് എന്നൊക്കെ ചോദിച്ച് അവർ കരയുകയായിരുന്നു. പിന്നീട് അവരെന്നോട് ചിതയുണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ചിതയുണ്ടാക്കി. കുമാരന്റെ ചിതയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആ വൃദ്ധനായ സന്യാസി എന്നെ ശപിച്ചു. പുത്രശോകത്താൽ മരണം സംഭവിക്കട്ടെ എന്ന് പറയുകയുണ്ടായി. സൈതാനീം മമ പ്രാപ്ത ശാപകാലോ അനിവാരിതഃ ഇത്യുക്ത്വാ വിലലാപാധ രാജാ ശോകസമാകുല. ഹാ രാമ പുത്രാഃ സീതേഃ ലക്ഷ്മണഗുണാകര തദ്വിയോഗാത് അഹം പ്രാപ്തോ മൃത്യും കൈകേയി സംഭവം. വദന്നേവം ദശരഥ പ്രാണാം ത്യക്ത്വാ ദിവം ഗത കൗസല്യാജ സുമിത്രാജ തഥാ അന്യാ രാജയോഷിതഃ ചുക്രുഷുശ്ച വിലേപുശ്ച ഉരസ്താഠനപൂർവകം വസിഷ്ഠപ്രയയോ തത്ര പ്രാതർമന്ത്രിഭിരാവൃത തൈലദ്രോണ്യാം ദശരഥം ക്ഷിപ്ത്വാ ദൂതാന്നധാബ്രവീത് ഗച്ഛതത്വരിതം സാശ്വാ യുധാജിന്നഗരം പ്രതി. ഇപ്പോഴിതാ എനിക്ക് അനിവാര്യമായ ആ ശാപകാലം വന്നിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് കരയാൻ തുടങ്ങി. മകനെ രാമ, സീതേ, ഗുണനിധിയായ ലക്ഷ്മണ, നിങ്ങളുടെ വിയോഗത്താൽ കൈകേയി കാരണമായി ഞാൻ മരണത്തിന്റെ പിടിയിൽ അമരുകയാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ദശരഥൻ തൻ്റെ ജീവൻ വെടിഞ്ഞു സ്വർഗം പോയി. കൗസല്യയും സുമിത്രയും അതുപോലെ മറ്റ് രാജവനിതകളും നെഞ്ചറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. പുലർകാലമായപ്പോൾ മന്ത്രിമാരും വസിഷ്ഠനും അവിടെ എത്തി. തൈലദ്രോണിയിൽ ദശരഥന്റെ ശരീരം കിടത്തിയ ശേഷം ദൂതന്മാരോട് എത്രയും വേഗം യുധാജിത്തിന്റെ രാജ്യത്ത് ചെന്ന് ഭരതനെ കൊണ്ടുവരുവാൻ അറിയിച്ചു. തത്രാസ്തേ ഭരത ശ്രീമാൻ ശത്രുഘ്ന സഹിത പ്രഭു ഉച്യതാം ഭരത ശീഘ്രം ആഗച്ഛേതി മമാജ്ഞയാം അയോധ്യാം പ്രതി രാജാനം കൈകേയീം ചാപി പശ്യത ഇത്യുക്താസ്ത്വരിതം ദൂതാ ഗത്വാ ഭരതമാതുലം യുധാജിതം പ്രണമ്യോച്ചിർഭരതം സാനുജം പ്രതി വസിഷ്ഠസ്ത്വാബ്രവീദ്രാജൻ ഭരത സ അനുജ പ്രഭു ശീഘ്രമാഗച്ഛതു പുരീം അയോധ്യാം അവിചാരയൻ ഇത്യാജ്ഞപ്തോധ ഭരതസ്ത്വരിതം ഭയവിഹ്വല ആയയൗ ഗുരുണാദിഷ്ട സഹ ദൂതൈസ്തു സാനുജ രാജ്ഞോ വാ രാഘവസ്യാപി ദുഃഖം കിഞ്ചിതുപസ്ഥിതം. ഭരതന്റെ അമ്മാവനാണ് യുധാജിത്ത്, അതായത് കൈകേയിയുടെ സഹോദരൻ. ദശരഥന്റെ മരണസമയത്ത് ഭരതൻ കൈകേയ രാജ്യത്തായിരുന്നല്ലോ. എത്രയും വേഗം ഭരതൻ ശത്രുഘ്നോടൊത്ത് അയോധ്യയിലെത്തി മഹാരാജാവിനെയും കൈകേയിയെയും കാണണമെന്ന് വസിഷ്ഠൻ കൽപ്പിച്ചതനുസരിച്ച് ദൂതന്മാർ വന്നറിയിച്ചു. ഉടൻ തന്നെ ആജ്ഞ ലഭിച്ച ഭരതൻ പേടിച്ച് നടുങ്ങി ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അനുജനോടും ദൂതനോടും കൂടി യാത്രയായി. മഹാരാജാവിനോ ശ്രീരാമചന്ദ്രനോ എന്തെങ്കിലും ദുരിതം വന്നിരിക്കുമോ എന്ന് ഭരതൻ സംശയിക്കുന്നു. ഇത് ചിന്താപരോ മാർഗേ ചിന്തയൻ നഗരം യയൗ നഗരം ഭ്രഷ്ടലക്ഷ്മീകം ജനസംഭാതവർജിതം ഉത്സവൈശ്ച പരിത്യക്തം ദൃഷ്ട്വാ ചിന്താവരോ അഭവത് പ്രവിശ്യ രാജഭവനം രാജലക്ഷ്മീ വിവർജിതം അപശ്യത് കൈകേയീം തത്ര ഏകാമേവാസനേ സ്ഥിതാം നനാമ ശിരസാ പാദൗ മാതുർഭക്തി സമന്വിത. ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് വിഷണ്ണനായി ഐശ്വര്യമില്ലാത്തതായ, ആൾത്തിരക്കൊഴിഞ്ഞതായ, ഉത്സവങ്ങളെല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞതായ, രാജകീയ ഐശ്വര്യം വിട്ടകന്നു നിൽക്കുന്നതായ ആ കൊട്ടാരത്തിലേക്ക് കയറി. ഏകാകിനിയായി ഇരിപ്പിടത്തിലിരിക്കുന്ന കൈകേയിയെ കണ്ട് ഭക്തിപൂർവം അമ്മയുടെ പാദങ്ങളിൽ തലവെച്ച് വന്ദിച്ചു. ആഗതം ഭരതം ദൃഷ്ട്വാ
കൈകേകീ പ്രേമ സംഭ്രമാത് ഉദ്ധായ ആലിംഗരഭസാ സ്വാംഗമാരോപ്യ സംസ്ഥിത മൂർധന്യവക്രായ പപ്രശ്ച കുശലം സ്വകുലസ്യ സാ പിതാ മേ കുശലീ ഭ്രാതാ മാതാജ ശുഭലക്ഷണ. ഭരതനെ സ്നേഹവായ്പോടെ എഴുന്നേൽപ്പിച്ച് വാരിപ്പുണർന്നു. എന്നിട്ട് ഉത്സാഹത്തോടെ മടിയിലിരുത്തി നെറുകയിൽ ചുംബിച്ചു. അച്ഛനും അമ്മയ്ക്കും സഹോദരനുമെല്ലാം സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. ദിഷ്ട്യാ ത്വമദ്യ കുശലീ മയാ ദൃഷ്ടോസി പുത്രക ഇതി പൃഷ്ടസഭരതോ മാതാ ചിന്താകുലേന്ദ്രിയ ദുയമാനേന മാനസാ മാതരം സമപൃച്ഛത് മാതപിതാ മേ കുത്രാസ്ത്രേ ഏകാത്വം ഇഹ സംസ്ഥിതാ ത്വയാ വിനാ ന മേ താതാ കദാചിദ് രഹസി സ്ഥിതഃ ഇദാനീം ദൃശ്യതേ നൈവ കുത്ര തിഷ്ഠതി മേ വദ. ഭരതൻ ചിന്താകുലനായി വിങ്ങുന്ന മനസ്സോടെ അമ്മയോട് ചോദിച്ചു, അമ്മേ, അച്ഛൻ എവിടെയാണ്? അമ്മ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? അമ്മയോടൊന്നിച്ചല്ലാതെ എൻ്റെ അച്ഛൻ ഒരിക്കലും ഏകാന്തതയിൽ ഇരിക്കാറില്ല. ഇപ്പോൾ കാണുന്നതേയില്ല. അദ്ദേഹം എവിടെയാണെന്ന് പറയൂ. അദൃഷ്ട്വാപിതരം മേദ്യ ഭയം ദുഃഖം ച ജായതേ അദാഹ കൈകേയീ പുത്രം കിം ദുഃഖേന തവാനഘ യാഗതിം ധർമ്മശീലാനാം അശ്വമേധാദി യജിനാം താം ഗതിം ഗതവാനദ്യ പിതാതേ പിതൃവത്സല. അച്ഛനെ കാണാഞ്ഞ് ദുഃഖിതനായ മകനോട് കൈകേയി പറഞ്ഞു, അച്ഛനോട് അത്യധികമായ സ്നേഹമുള്ള മകനെ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? അശ്വമേധാദി യാഗം ചെയ്യുന്ന ധർമാത്മാക്കൾക്കുള്ള ഗതി ഏതാണോ ആ ഗതിയെ അച്ഛൻ പ്രാപിച്ചിരിക്കുന്നു. യാഗാദി കർമ്മങ്ങളുടെ ഫലം സ്വർഗപ്രാപ്തിയാണ്. ദശരഥൻ നിരവധി യാഗങ്ങൾ കഴിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹം അനായാസേന സ്വർഗം പോകി എന്നാണ് കൈകേയി അർത്ഥമാക്കിയത്. തച്ഛ്രുത്വാ നിമപാദോർവ്യാം ഭരത ശോകവിഹ്വല ഹാ താതാ ക്വ ഗതോസി ത്വം ത്യക്താ മാം വൃജിനാർണവേ അസമർപ്യൈവ രാമായ രാജ്ഞേ മാം ക്വ ഗതോസി ഭോ ഇതി വിലപിതം പുത്രം പതിതം മുക്തമൂർധജം. ഉത്ഥാപ്യാമൃജ്യ നയനേ കൈകേയീ പുത്രമബ്രവീത് സമാശ്വസീഹി ഭദ്രം തേ സർവം സമ്പാദിതം മയാ. പിതാവിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഭരതൻ നിലംപതിച്ചു. അയ്യോ പിതാവേ, എന്നെ കദനക്കടലിൽ തള്ളിയിട്ടിട്ട് അങ്ങ് എവിടെയാണ് പോയത്? രാജാവായ രാമചന്ദ്രന് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ അങ്ങ് എവിടേക്കാണ് പോയത്? ഇങ്ങനെ നിലവിളിക്കുന്ന മകനെ വാരിപ്പുണർന്ന് മകനോട് പറഞ്ഞു, മോനെ, സമാശ്വസിക്കൂ, നിനക്ക് സർവമംഗളങ്ങളും വരും. താമാഹ ഭരതസ്താദോ മ്രിയമാണ കിം അബ്രവീത് തമാഹ കൈകേയീ ദേവീ ഭരതം ഭയവർജിത. അമ്മേ, മരിക്കുമ്പോൾ അച്ഛൻ എന്താണ് അവസാനം പറഞ്ഞത് എന്ന് കേട്ട് കൈകേയി പറഞ്ഞു, ഹാ രാമ രാമസീതേതി ലക്ഷ്മണേതി പുനഃ വിലവന്നേവ സുചിരം ദേഹം ത്യക്ത്വാ ദിവം യയൗ. അയ്യോ മകനെ രാമ, രാമ, സീതേ, ലക്ഷ്മണ എന്നെല്ലാം വീണ്ടും വീണ്ടും ഏറെ നേരം കരഞ്ഞുകൊണ്ടാണ് രാജാവ് ഉടൽ വെടിഞ്ഞത്. താമാഹ ഭരതോ ഹേ അംബാ രാമ സന്നിഹിതോ നഖിം തദാനിം ലക്ഷ്മണോ വാപി സീതാ വാ കുത്രത്തെ ഗതാഹ. അമ്മേ, അപ്പോൾ രാമചന്ദ്രൻ അരികിലില്ലായിരുന്നില്ലേ? ലക്ഷ്മണനും സീതയും ഇല്ലായിരുന്നോ? അവരെവിടെ പോയിരുന്നു? കൈകേയി ഉവാച രാമസ്യ യൗവരാജ്യാർത്ഥം പിതാതേ സംഭ്രമകൃത തവ രാജ്യപ്രദാനായ തദാഹം വിഘ്നമാചരം രാജ്ഞാദത്തം ഹിമേ പൂർവം വരദേന വരദ്വയം യാജിതം തദിദാനീം മേ തയോരേകേന തേഖിലം രാജ്യം രാമസ്യ ചൈകേന വനവാസോ മുനിവ്രതം
തത സത്യപരോ രാജാ രാജ്യം ദത്വാ തവൈവ ഹി രാമം സംപ്രേഷയാമാസ വനമേവ പിതാ തവ സീതാപ്യനുഗതാ രാമം പാതിവ്രത്യം ഉപാശ്രിത. ഉദാരമനസ്കനായ രാജാവ് എനിക്ക് 2 വരം തന്നിരുന്നു. അതിപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടു. അവയിൽ ഒന്നിനാൽ നാട് മുഴുവൻ നിനക്കും മറ്റൊന്നിനാൽ വനവാസവും മുനിചര്യയും രാമനും വിധിച്ചു. സത്യസന്ധനായ നിന്റെ അച്ഛൻ രാജ്യം നിനക്ക് തന്നെ തരികയും രാമനെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. പതിവ്രതാധർമ്മം അനുസരിച്ച് സീതയും രാമനെ അനുഗമിച്ചു. സൗഭ്രാത്രം ദർശയൻ രാമം അനുയാതോ വിലക്ഷ്മണ വനം ഗതേഷു സർവേഷു രാജാതാൻ ഏവ ചിന്തയൻ പ്രളപൻ രാമ രാമേതി മമാരാ നൃപസത്തമ ഇതി മാതൃവചശ്രുത്വാ വജ്രാഹതയവിദ്രുമ പപാദ ഭൂമൗ നിസ്സജ്ഞസ്തം ദൃഷ്ട്വാ ദുഃഖിതാ തദാ കൈകേയീ പുനരപ്യാഹ വത്സാ ശോകേന കിം തപ. കൂടപ്പിറപ്പിനോടുള്ള കൂറുകാട്ടി ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു. അവരെല്ലാം കാട്ടിൽ പോയതോടെ രാജാവ് രാമാരാമ എന്ന് നിലവിളിച്ച് ദേഹം വെടിഞ്ഞു. ഇപ്രകാരം അമ്മ പറയുന്നത് കേട്ട് ഇടിവെട്ടേറ്റ മരം പോലെ ചേതനയറ്റ് ഭരതൻ നിലത്തു വീണു. കൈകേയി പിന്നെയും പറഞ്ഞു, കുഞ്ഞേ, നിന്റെ ശോകം കൊണ്ട് എന്താണ് ഫലം? രാജ്യേ മഹതി സംപ്രാപ്തേ ദുഃഖസ്യ അവസരകൃത ഇതി ബ്രൂവന്തിമാലോക്യമാതരം പ്രദഹന്നിവ അസംഭാഷ്യാസി പാപേ മേ ഘോരേ ത്വം ഭർതൃഘാതിനി പാപേ ത്വദ്ഗർഭജാതോഹം പാപവാനസ്മി സംപ്രദം അഹമഗ്നിം പ്രവേക്ഷ്യാമി വിഷം വാ ഭക്ഷയാമ്യഹം ഗർഗേന വാധജാത്മാനം ഹത്വായാമി യമക്ഷയം ഭർതൃഘാതിനി ദുഷ്ടേ ത്വം കുംഭീപാകം ഗമിഷ്യസി ഇതി നിർബൽസ്യ കൈകേയീം കൗസല്യാ ഭവനം യയൗ സാപിതം ഭരതം ദൃഷ്ട്വാ മുക്തകണ്ഠാരുരോധഃ. മഹത്തായ ഒരു രാജ്യം നിനക്ക് കൈവന്നിരിക്കുകയാണ്. ഇവിടെ ദുഃഖത്തിന് എന്താണ് അവസരം? ഇങ്ങനെ പറഞ്ഞ് അടുത്തേക്ക് വരുന്ന അമ്മയെ നോക്കി ദഹിപ്പിക്കുന്നത് പോലെ ഒരു നോട്ടം നോക്കി. ഘോരേ, പാപി, ഭർത്താവിനെ കൊന്നവളെ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും സാധിക്കില്ല. അതിനുപോലും നീ അർഹയല്ല. പാപി, നിന്റെ ഗർഭത്തിൽ പിറന്ന ഞാൻ ഇപ്പോൾ കൊടും പാപിയായിരിക്കുകയാണ്. ഞാൻ തീയിൽ ചാടി മരിക്കും, അല്ലെങ്കിൽ വിഷം കഴിച്ചു മരിക്കും, അല്ലെങ്കിൽ വാളാൽ സ്വയം വെട്ടി യമപുരി പോകും. ഭർത്താവിനെ കൊന്ന ദുഷ്ടേ, നീ കുംഭീഭാഗ നരകത്തിൽ പോകും. കൈകേയിയെ ഇങ്ങനെ കഠിനമായി ശകാരിച്ചിട്ട് ഭരതൻ കൗസല്യയുടെ ഭവനത്തിലേക്ക് ചെന്നു. ഭരതനെ കണ്ടതും കൗസല്യ വാവിട്ട് കരഞ്ഞു. പാദയോ പതിതസ്തസ്യാ ഭരതോപി തദാരുദത് ആലിംഗ്യ ഭരതം സാധ്വി രാമമാതാ യശസ്വിനി കൃശ അതിദീനവദന ശ്വാശ്രുനേത്രേദം അബ്രവീത് പുത്രത്വയി ഗതേ ദൂരം ഏവം സർവം അഭൂതിദം ഉക്തം മാത്രാശ്രുതം സർവം ത്വയാ തേ മാതൃചേഷ്ടിതം. കൗസല്യയുടെ കാലിൽ വീണ ഭരതനും കരഞ്ഞുപോയി. മെലിഞ്ഞ് അതിദീനയായിരിക്കുന്ന സാധ്വിയായ പുകൾപെറ്റ രാമമാതാവ് ഭരതനെ മാറോടണച്ച് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, മകനെ, നീ അകലെയായപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചു. നിന്റെ അമ്മയുടെ ചെയ്തികളെല്ലാം അമ്മ പറഞ്ഞു തന്നെ നീ കേട്ടിരിക്കും. പുത്രസഭാര്യോ വനമേവയാത സലക്ഷ്മണോ മേ രഘുരാമചന്ദ്ര ചീരാംബരോ ബദ്ധജടാകലാപ സന്ധ്യജ്യമാം ദുഃഖ സമുദ്രമഗ്നാം. ഹാ രാമ രഘുവംശനാഥ ജാതോസി മേ ത്വം ഭരത പരാത്മാ തഥാവി ദുഃഖം ന ജഹാതി മാം വൈ വിദുർബലീയാനിതി മേ മനീഷ. എന്റെ മകൻ രഘുരാമചന്ദ്രൻ മരവുരിയുടുത്ത് ജടയും മുറുക്കി എന്നെ വെടിഞ്ഞ ഭാര്യയോടും ലക്ഷ്മണനോടുമൊപ്പം കാട്ടിലേക്ക് പോയി കഴിഞ്ഞു. ഹാ എന്റെ മകനെ രാമ, രഘുകുലനാഥ, നീ പരമപുരുഷനായ പരമാത്മാവാണ് എങ്കിലും
എന്റെ ഗർഭത്തിൽ പിറന്നവനാണല്ലോ. ദുഃഖം എന്നെ വിടുന്നതേയില്ല. ഇതെല്ലാം എന്റെ വിധിയാണ്. വിധിയുടെ ബലം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ദുഃഖിക്കുന്നത്. സയേവം ഭരതോ വീക്ഷ്യ വിലവന്തിം വൃശംശുചാ പാദൗ ഗൃഹീത്വാ പ്രാഹേദം ശൃണു മാതർവജോ മമ കയ്യേയായത്കൃതം കർമ്മ രാമരാജ്യാഭിഷേചനെ അന്യദ്വാ യതി ജാനാമി സാമായാനോദിതായതി പാവം മേസ്തു തദാ മാതർ ബ്രഹ്മഹത്യാശതോദ്ഭവം ഹത്വാ വസിഷ്ഠം ഗഡ്ഗേന അരുന്ധത്യാ സമന്വിതം ഭൂയാത്തത് പാപമഖിലം മമ ജാനാമി യദ്യഹം ഇത്യേവം ശപഥം കൃത്വാ രുരോധ ഭരതസ്തദാ. വലിയ ദുഃഖത്താൽ കരയുന്ന കൗസല്യയെ കണ്ട് കാലിൽ പിടിച്ചുകൊണ്ട് ഭരതൻ ഇങ്ങനെ പറഞ്ഞു, അമ്മേ, എന്റെ വാക്ക് കേട്ടാലും ശ്രീരാമചന്ദ്രന്റെ രാജ്യാഭിഷേകത്തിൽ കൈകേയിയമ്മ ചെയ്ത പ്രവൃത്തിയോ മറ്റേതെങ്കിലും കാര്യമോ ഞാൻ അറിയുകയോ അവരെ ഞാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മേ, എനിക്ക് 100 ബ്രഹ്മഹത്യയിൽ നിന്ന് ഉളവാകുന്ന പാപം ഉണ്ടാകട്ടെ. ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്ധതി ദേവിയോടൊപ്പം വസിഷ്ഠ മഹർഷിയെ വാളാൽ വെട്ടിക്കൊന്നാൽ ഉണ്ടാകാവുന്ന പാപം അത് മുഴുവൻ എനിക്കുണ്ടാകട്ടെ. ഇങ്ങനെ പറഞ്ഞ് ഭരതൻ പൊട്ടിക്കരഞ്ഞു. കൗസല്യാതമധാലിംഗ്യ പുത്രജാനാമി മാശുജഃ ഏതസ്മിന്നന്തരേ ശ്രുത്വാ ഭരതസ്യ സമാഗമം വസിഷ്ഠോ മന്ത്രിഭിഃ സാർദ്ധം പ്രയയൗ രാജമന്ദിരം ഉരുദന്തം ഭരതം ദൃഷ്ട്വാ വസിഷ്ഠ പ്രാഹസാദരം. കൗസല്യാദേവി ഭരതനെ വീണ്ടും മാറോട് ചേർത്ത് അണച്ചുകൊണ്ട്, മോനെ, എല്ലാം ഞാൻ അറിയുന്നു, നീ ദുഃഖിക്കരുത്, ഈ അവസരത്തിൽ നീ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു. ഭരതൻ വന്നു ചേർന്ന് എന്ന് അറിഞ്ഞ് വസിഷ്ഠൻ മന്ത്രിമാരോടുകൂടി രാജഭവനത്തിലെത്തി. കരയുന്ന ഭരതനെ കണ്ട് വസിഷ്ഠൻ ബഹുമാനപൂർവം പറഞ്ഞു, വൃദ്ധോ രാജാ ദശരഥോ ജ്ഞാനീ സത്യപരാക്രമഃ ഭുക്ത്വാ മർത്യസുഖം സർവമിഷ്ട്വാ വിപുലദക്ഷിണൈ അശ്വമേധാദിഭിർയജ്ഞൈർലബ്ധ്വാ രാമം സുതം ഹരി അന്തേ ജഗാമതദിവം ദേവേന്ദ്രാർദ്ധാസനം പ്രഭു തം ശോചസി വൃഥൈവ ത്വം അശോച്യം മോക്ഷഭാജനം ആത്മാ നിത്യോ അവ്യയ ശുദ്ധോ ജന്മനാശാദിവർജിതഃ ശരീരം ജഡമത്യർത്ഥം അപവിത്രം വിനശ്വരം വിചാര്യമാണേ ശോകസ്യ ന അവകാശകതഞ്ജന പിതാവാ തനയോ വാവി യദി മൃത്യുവശം ഗത മൂഢാസ്തമനുശോചന്തി സ്വാത്മതാഠനപൂർവകം നിസാരേ ഖലു സംസാരേ വിയോഗേ ജ്ഞാനിനാം യദാ ഭവേദ് വൈരാഗ്യഹേതുസ്സ ശാന്തി സൗഖ്യം തനോതി ച. വയോവൃദ്ധനും ജ്ഞാനിയും സത്യശീലനും പരാക്രമിയുമായ ദശരഥ മഹാരാജാവ് അനേകം അശ്വമേധാദി യാഗങ്ങൾ ചെയ്ത പുണ്യവാനാണ്. ഹരിയായ രാമനെ പുത്രനായി നേടി മനുഷ്യന് പ്രാപ്യമായ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് അവസാനം സ്വർഗം പ്രാപിച്ചു. ആ മഹാൻ ഇന്ദ്രാസനത്തിന്റെ പകുതിക്ക് അവകാശിയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി നീ വെറുതെ ദുഃഖിക്കുകയാണ്. ആത്മാവ് എന്നുമുള്ളതും അഴിവില്ലാത്തതുമാണ്, പാവനവും ജനന മരണാതിരഹിതവുമാണ്. ദേഹമാകട്ടെ വെറും ചൈതന്യമറ്റതും മലിനവും നശ്വരവുമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദുഃഖത്തിന് ഒരു തരത്തിലും അവകാശമില്ല. അച്ഛനായാലും മകനായാലും മരണത്തിന്റെ പിടിയിൽപ്പെട്ടാൽ മൂഢന്മാർ മാത്രമേ അതിനെ ചൊല്ലി മാറത്തടിച്ച് നിലവിളിക്കുകയുള്ളൂ. സാരഹീനമായ ഈ ലോകത്തിൽ ജ്ഞാനിക്ക് വേർപാട് വന്നാൽ അത് തീർച്ചയായും വിരക്തിക്ക് കാരണമാണ്. അത് ശാന്തിയും ആനന്ദവും വളർത്തും. ജന്മവാൻ യദി ലോകേസ്മിൻ തർഹിതം മൃത്യുരന്വഗാത് തസ്മാത്
അപരിഹാര്യോയം മൃത്യുർജന്മപദാം സദാ സ്വകർമ്മവശത സർവജന്തൂനാം പ്രഭവാപ്യയോ വിജാനന്നപി അവിദ്വാൻ യക്കഥം ശോചതി ബാന്ധവാൻ ബ്രഹ്മാണ്ഡകോടയോ നഷ്ട സൃഷ്ടയോ ബഹുശോ ഗതാ ശുഷ്യന്തി സാഗരാ സർവേ ഏവാസ്താക്ഷണജീവിതേ ചലപത്രാന്തലഗ്നാംബു ഇന്ദുവക്ഷണഭംഗുരം ആയുസ്ത്യജത്യവേലായാം കസ്തത്ര പ്രത്യവസ്തവ ദേഹി പ്രാക്തനദേഹോത്തകർമ്മണാ ദേഹവാൻ പുന തദ്ദേഹോത്തേന ച പുന ഏവം ദേഹ സമാത്മനാ യഥാ ത്യജതി വൈ ജീർണം വാസോ ഗൃഹ്ണാതി നൂതനം തഥാ ജീർണം പരിത്യജ്യ ദേഹി ദേഹം പുനർനവം ഭജത്യേവ സദാ തത്ര ശോകസ്യാവസരക്കുത ആത്മാനം മ്രിയതേ ജാതു ജായതേന ച വർദ്ധതേ. ഈ ലോകത്തിൽ ജനിച്ചാൽ മരിക്കും. ഈ മരണം ജനിച്ചവർക്കെല്ലാം എന്നും അപരിഹാര്യമായ കാര്യമാണ്. എല്ലാ ജന്തുക്കൾക്കും സ്വന്തം കർമ്മവശാൽ ജനന മരണങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം അറിഞ്ഞിട്ടും അറിവില്ലാത്ത ആളുകളെ പോലെ നമ്മൾ ബന്ധുക്കളുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്നു. ബ്രഹ്മാണ്ട കോടികൾ മറഞ്ഞുപോയി. ധാരാളം സൃഷ്ടികൾ പോയി മറഞ്ഞു. എല്ലാ സാഗരങ്ങളും വറ്റി ഉണങ്ങും. ക്ഷണികമായി ജീവിതത്തിൽ എന്താണ് ആസ്ഥ? ആയുസ് ഇളകുന്ന ഇലത്തുമ്പിലെ ജലഗണം പോലെ ക്ഷണത്തിൽ നശിക്കും. ഓർക്കാപ്പുറത്ത് വിട്ടുപോകുന്നതുമാണ്. ഇതിൽ നിനക്കെന്താണ് ഈ ദുഃഖം? മുജ്ജന്മത്തിലെ കർമാനുസരണമായിട്ടാണ് വീണ്ടും ദേഹം സ്വീകരിക്കുന്നത്. ആ ദേഹത്തിൻ്റെ കർമാനുസരണം പിന്നെയും ഇങ്ങനെ ആത്മാവെന്നും ദേഹമായിട്ടും വരുന്നു. പൊടിഞ്ഞുപോയൊരു വസ്ത്രം ഉപേക്ഷിച്ച് പുതിയൊരു വസ്ത്രം സ്വീകരിക്കുന്നത് പോലെയാണ് ജീവാത്മാവ് ജീർണദേഹം ഉപേക്ഷിച്ചിട്ട് പുതിയ ദേഹം സ്വീകരിക്കുന്നത്. അതിൽ ദുഃഖത്തിന് സാഹചര്യമില്ല. ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, വളരുന്നില്ല, മരിക്കുന്നതുമില്ല. ഷഡ്ഭാവരഹിതോ അനന്ത സത്യപ്രജ്ഞാന വിഗ്രഹ ആനന്ദരൂപോ ബുദ്ധ്യാദിസാക്ഷി ലയവിവർജിത ഏക ഏവപരോ ഹ്യാത്മാ ഹ്യദ്വിതീയ സമസ്ഥിത ഇത്യാത്മാനാം ദൃഢം ജ്ഞാത്വാ ത്യക്ത്വാ ശോകം കുരുക്രിയാം. ഷഡ്ഭാവരഹിതമാണ് ഈ ആത്മാവ്. അനന്തവും സത്യവുമായ ജ്ഞാനവിഗ്രഹവും ആനന്ദരൂപവും ബുദ്ധ്യാദിക്ക് സാക്ഷിയും അനശ്വരവുമാണ്. ആ ആത്മാവ് പരവും അദ്വിതീയവും സമവുമായി വിളങ്ങുന്നു. ആത്മാവിനെ ഇപ്രകാരം ദൃഢമായി അറിഞ്ഞ് ശോകം പിടിഞ്ഞ് നമുക്ക് പ്രവൃത്തികളിലേക്ക് കടക്കാം. തൈലദ്രോണ്യാപിതുർദേഹം ഉദൃത്യ സചിവൈ സഖ കൃത്യം ഗുരു യഥാന്യായം അസ്മാഭി കുലനന്ദന ഇതി സംബോധിത സാക്ഷാത് ഗുരുണാ ഭരതസ്തദാ വിസൃജ്യ അജ്ഞാനജം ശോകം ചക്രേ സവിധിവത് ക്രിയാം. അല്ലയോ കുലപുത്ര, തൈലത്തോണിയിൽ നിന്ന് പിതാവിൻ്റെ ദേഹമെടുത്ത് മന്ത്രിമാരോടും ഞങ്ങളോടും കൂടെ യഥാവിധി പിതൃകർമ്മം ചെയ്യൂ. കുലഗുരുവിൻ്റെ വാക്കുകേട്ട് ഭരതൻ അജ്ഞതയിൽ നിന്നുണ്ടായതായ ദുഃഖം വെടിഞ്ഞ് വിധിപൂർവം അച്ഛൻ്റെ ഉദകക്രിയ നിർവഹിച്ചു. ഗുരുണോക്ത പ്രകാരേണ ആഹിതാഗ്നേർയഥാവിധി സംസ്കൃത്യ സപിതുർദേഹം വിധിദൃഷ്ടേന കർമ്മണ ഏകാദശേ അഹനി പ്രാപ്തേ ബ്രാഹ്മണാൻ വേദപാരകാൻ ഭോജയാമാസ വിധിവത് ശതശോധ സഹസ്രശഃ ഉദ്ദിശ്യ വിതരം തത്ര ബ്രാഹ്മണേഭ്യോ ധനം ബഹു ദദൗ ഗവാം സഹസ്രാണി ഗ്രാമാൻ രത്നാംബരാണി ച അവസത് സ്വഗൃഹേ തത്ര രാമം ഏവാനുചിന്തയൻ വസിഷ്ഠേന സഹ ഭ്രാത മന്ത്രിഭി പരിവാരിതഃ. ഗുരുപദേശപ്രകാരം പിതാവിൻ്റെ മൃതദേഹം
വേദവിഹിതമായ കർമ്മത്താൽ വേണ്ട പോലെ സംസ്കരിച്ചിട്ട് 11-ാം ദിവസമായപ്പോൾ നൂറായിരക്കണക്കിന് വേദപാരംഗതരായ ബ്രാഹ്മണരെ വിധിപൂർവം അന്നം നൽകി സന്തോഷിപ്പിച്ചു. പിതാവിനെ ഉദ്ദേശിച്ച് ബ്രാഹ്മണർക്ക് ധാരാളം ധനം, പശുക്കൾ, ഗ്രാമങ്ങൾ, രത്നാംബരങ്ങൾ ഇവയെല്ലാം ദാനം ചെയ്തു. വസിഷ്ഠനോടും സഹോദരനായ ശത്രുഘ്നനോടും കൂടി ഭരതൻ മന്ത്രിമാരാൽ പരിവൃതനായി സ്വഭവനത്തിൽ രാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് വസിച്ചു. രാമേ അരണ്യം പ്രയാതേ സഹ ജനകസുതാ ലക്ഷ്മണാഭ്യാം സുഘോരം മാതാമേ രാക്ഷസീവ പ്രദഹതി ഹൃദയം ദർശനാത് ഏവ സദ്യ ഗച്ഛാമ്യരണ്യമദ്യ സ്ഥിരമതിർ അഖിലം ദൂരദോ പാസ്യരാജ്യം രാമം സീതാസമേതം സ്മിതരുചിരമുഖം നിത്യം ഏവാനുസേവേ. രാമൻ ലക്ഷ്മണനോടും ജാനകിയോടും കൂടി കാട്ടിൽ പോയതിൽ പിന്നെ എൻ്റെ അമ്മ ദർശനത്താൽ തന്നെ രാക്ഷസിയെ പോലെയായി തീർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയം പൊള്ളുന്നു. രാജ്യമെല്ലാം ദൂരെ വലിച്ചെറിഞ്ഞ് ഞാൻ ഇന്ന് തന്നെ കാട്ടിലേക്ക് പോവുകയാണ്. പുഞ്ചിരി തൂകുന്ന ആ പൊന്മുഖം സീതാസമേതനുമായ രാമനെ ഞാൻ എന്നും സ്ഥിരബുദ്ധിയോടുകൂടി നിരന്തരം സേവിക്കും. ഭരതന്റെ ഈ പ്രതിജ്ഞയോടുകൂടി അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ 7-ാമത്തെ സർഗം അവസാനിക്കുകയാണ്. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡേ 7ാം സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.